എന്താ വിഷമിക്കണേ? ഇടയ്ക്കിടയ്ക്ക് എന്നെ കാണണം. കരയണ്ട കരയണ്ട. എന്തിനാ എന്നെ വിളിച്ചത്? എന്നെ എന്തിനാ വിളിച്ചത്? വെറുതെ വിളിച്ചതാ എന്നെ കാണാൻ. ആ നിന്നെ കുറെ ആയില്ല കണ്ടിട്ട്, അടുത്തൊന്നും സംസാരിച്ചിട്ട് കുറെ ആയില്ല. അതാണ് നമ്മൾ അപ്പൊ ചായ കൊടുത്തിട്ട് പോയത് അവരോട് വിളിച്ചത്. ചായ ഞാൻ കുടിച്ചു. നിങ്ങൾ കഴിക്കുക, വല്ലതും കഴിക്കട്ടോളേ. ആ ഹായ്, ഈ അച്ഛനെ ഞാൻ പരിചയപ്പെടുന്നത് 1 വർഷം മുമ്പാണ് കേട്ടോ. ഈ അച്ഛൻ തനിച്ചാണ് വീട്ടിൽ, അദ്ദേഹത്തിന് ആരുമില്ല. അത് ഞാൻ മനസ്സിലാക്കിയത് ഒരു ദിവസം എൻ്റെ കയ്യിൽ കുറച്ച് പൊടിമീൻ വാങ്ങിച്ചു നിൽക്കുന്ന സമയം. ഈ അച്ഛൻ എന്നോട് അന്ന് ചോദിച്ചു, എന്താണ് മോനെ കവറിലെന്ന്. ഞാൻ പറഞ്ഞു, ഇത് പൊടിമീനാണ്, അച്ഛന് വേണോ? അന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇത് ഞാൻ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യാനാണ്? എൻ്റെ വീട്ടിൽ ആരുമില്ല, എൻ്റെ കൈക്കും ഒന്നിനും പറ്റില്ല. ഇത് കേട്ട ഞാൻ ശരിക്കും സങ്കടപ്പെട്ടു പോയി. ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛാ വീട് എവിടെയാണ്? ഞാൻ വൈകുന്നേരം അച്ഛനെ വന്ന് കാണാം. അന്ന് വൈകുന്നേരം ഞാൻ ആ മീൻ കറി ഉണ്ടാക്കിയിട്ട് അച്ഛൻ്റെ വീട് അന്വേഷിച്ച് പോയി കണ്ടു. അച്ഛൻ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല ഞാൻ വരുമെന്ന്. അദ്ദേഹത്തിൻ്റെ ആ സന്തോഷം അന്ന് ആ മുഖത്ത് കാണണമായിരുന്നു. പക്ഷേ വീണ്ടും എന്നെ സങ്കടപ്പെടുത്തി. അദ്ദേഹം താമസിക്കുന്ന വീട് എന്ന് പറയാൻ പറ്റില്ല, അത്രയ്ക്കും ദയനീയ അവസ്ഥയായിരുന്നു ആ ഒരു കാഴ്ച. ആലത്തൂര് വാനൂരാണ് അദ്ദേഹത്തിൻ്റെ വീട്. മീൻകറിയും ചോറുമായിട്ട് ഞാൻ കൊടുത്ത് തിരികെ വന്നു. പിറ്റേന്ന് രാവിലെ അദ്ദേഹം എന്നെ കാണുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ മുഖത്ത് വല്ലാത്തൊരു സന്തോഷം. അദ്ദേഹം എന്നോട് സങ്കടത്തോടെയും സന്തോഷത്തോടെയും പറഞ്ഞു, നീ ഇന്നലെ കൊണ്ടുവന്ന മീൻകറിയും ചോറും കഴിച്ച് സുഖമായി കിടന്നുറങ്ങി. അന്നു മുതൽ അച്ഛന് എന്നോട് വല്ലാത്തൊരു ഇഷ്ടമാണ്. അദ്ദേഹത്തിൻ്റെ എല്ലാ സങ്കടങ്ങളും എന്നോട് പങ്കുവയ്ക്കാറുണ്ട്. ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹത്തിന് എന്നെ ഒന്ന് കാണണം, എന്നോടൊന്ന് മിണ്ടണം. ഇപ്പോൾ അദ്ദേഹത്തിന് ശാരീരികമായി വല്ലാത്ത ബുദ്ധിമുട്ടാണ്. ആ സങ്കടങ്ങളാണ് നേരത്തെ പങ്കുവെച്ചത്.